ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. ലിസ്ബൺ നഗരത്തിന്റെ പരമോന്നത ബഹുമതി ഏറ്റുവാങ്ങി രാഷ്ട്രപതി ദ്രൌപദി മുർമു പോർച്ചുഗീസ് പ്രധാനമന്ത്രിയുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. പ്രധാനമന്ത്രി മുദ്രാ യോജനയ്ക്ക് ഇന്ന് 10 വർഷം. ഇതുവരെ നൽകിയത് 52 കോടി വായ്പകളിലായി 32 ലക്ഷം കോടി രൂപ. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ജമ്മുകശ്മീർ സന്ദർശനം തുടരുന്നു. 2030ഓടെ മാരിടൈം മേഖലയിൽ 1.5 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം ആകർഷിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായി കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ. ഐപിഎൽ ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസിനെ പരാജയപ്പെടുത്തി ബംഗളൂരു റോയൽ ചലഞ്ചേഴ്സ്. ഇന്ന് 2 മത്സരങ്ങൾ. വാർത്തകൾ വിശദമായി. ഇന്ത്യ പോർച്ചുഗീസ് ബന്ധം ശക്തിപ്പെടുത്തുന്നതിലും രാജ്യത്തെ സാമ്പത്തിക മേഖല ശക്തിപ്പെടുത്തുന്നതിലും പോർച്ചുഗലിലെ ഇന്ത്യൻ സമൂഹം നിർണായക സംഭാവന നൽകുന്നതായി രാഷ്ട്രപതി ദ്രൌപദി മുർമു. ലിസ്ബൺ നഗരത്തിന്റെ പരമോന്നത ബഹുമതിയായ കീ ടു സിറ്റി ഓഫ് ലിസ്ബൺ രാഷ്ട്രപതി ഏറ്റുവാങ്ങി. 2047ഓടെ വികസിത രാഷ്ട്രമാകുന്നതിനുള്ള ഇന്ത്യയുടെ മുന്നേറ്റത്തിൽ പോർച്ചുഗലിന് നിർണായക സ്ഥാനമുണ്ടെന്ന് രാഷ്ട്രപതി പറഞ്ഞു. भारत पुर्तगाल संबंध ऐतिहासिक है. ये संबंध लगातार मजबूत होते रहे हैं और अब ये एक आधुनिक, बहुआयामी और गतिशील पार्टनरशिप के रूप में विकसित हो रही है. लगातार उच्च स्तरीय यात्राओं से इन संबंधों को मजबूती मिली है और बढ़ती वाणिज्यिक सहभागिता से ही इन्हें सहयोग मिला है. हमारे रिश्ता आपसी विश्वास, समझ और मुख्य हितों के मुद्दों पर एक दूसरे के समर्थन पर आधारित है. ലിസ്ബണിൽ പോർച്ചുഗൽ പ്രസിഡന്റ് മാർസലോ റെബലോ ഡിസൂസയുമായി രാഷ്ട്രപതി കൂടിക്കാഴ്ച നടത്തി. ഇന്ന് പോർച്ചുഗീസ് പ്രധാനമന്ത്രി ലൂയിസ് മോണ്ടിനെഗ്രോയുമായി കൂടിക്കാഴ്ച നടത്തും. രാഷ്ട്രപതി നാളെ സ്ലോവാക്യ സന്ദർശിക്കും. ന്യൂഡൽഹിയിലെ വിജ്ഞാൻ ഭവനിൽ നാളെ രാവിലെ നടക്കുന്ന നവകർ മഹാമന്ത്ര ദിവസിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. ജൈനമതത്തിലെ ഏറ്റവും ആദരണീയവും സാർവത്രികവുമായ മന്ത്രമായ നവകർ മഹാമന്ത്രത്തിന്റെ കൂട്ടായ ജപത്തിലൂടെ ആളുകളെ ഒന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന സുപ്രധാന ആഘോഷമാണ് നവകർ മഹാമന്ത്ര ദിവസ്. 108ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ പങ്കെടുക്കും. പ്രധാനമന്ത്രി മുദ്രാ യോജനയിലൂടെ ഇതുവരെ 52 കോടി വായ്പകളിലായി 32 ലക്ഷം കോടി രൂപ അനുവദിച്ചു. സംരംഭകരെ ശക്തിപ്പെടുത്തുന്നതിനും ചെറുകിട സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുവാനും ലക്ഷ്യമിട്ട് 2015ൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് മുദ്രാ യോജന പദ്ധതി ആരംഭിച്ചത്. ഇന്ന് മുദ്രാ യോജന 10 വർഷം പൂർത്തീകരിക്കുകയാണ്. ജമ്മുകശ്മീരിൽ പര്യടനം തുടരുന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്നലെ വൈകുന്നേരം ശ്രീനഗറിൽ എത്തി. ശ്രീനഗർ വിമാനത്താവളത്തിൽ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹയും മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയും അദ്ദേഹത്തെ സ്വീകരിച്ചു. സംസ്ഥാനത്തെ സുരക്ഷാ സാഹചര്യം കേന്ദ്രമന്ത്രി വിലയിരുത്തും. ജൂലൈ 3-ന് ആരംഭിക്കുന്ന അമർനാഥ് യാത്രയെക്കുറിച്ചുള്ള സമഗ്ര അവലോകന യോഗത്തിലും പങ്കെടുക്കും. ഇന്ന് ഉച്ചകഴിഞ്ഞ് ന്യൂഡൽഹിയിലേക്ക് മടങ്ങും. രാജ്യത്ത് രൂപീകരിക്കുന്ന 25,000 കോടി രൂപയുടെ മാരിടൈം വികസന ഫണ്ട് വിനിയോഗിച്ച് 2030ഓടെ മാരിടൈം മേഖലയിൽ 1.5 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം ആകർഷിക്കാൻ കഴിയുമെന്നാണ് കണക്കാക്കുന്നതെന്ന് കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ പറഞ്ഞു. കൊച്ചി കപ്പൽശാല നിർമ്മിക്കുന്ന 2 ഹരിത ടഗ്ഗുകളുടെ സ്റ്റീൽ കട്ടിംഗ് ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. കൊച്ചി കപ്പൽശാലയുടെ പ്രവർത്തനങ്ങളെ അദ്ദേഹം അഭിനന്ദിച്ചു. I am really delighted that Cochin Shipyard Limited in the last 50 years of their glorious history, they could able to stand tall all the time, whatever assignment is given to them, whether it is shipbuilding, ship repairs, all kind of modern technology incorporation and keeping well association with the renowned global leading agencies of the maritime sector. And I believe this is how India will have to make itself self-reliant tomorrow. ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റിയിലെ പെൺകുട്ടികളുടെ ഹോസ്റ്റൽ ലൈബ്രറി കെട്ടിടത്തിന് കേന്ദ്രമന്ത്രി ഇന്ന് തറക്കല്ലിടും. വെല്ലിംഗ്ടൺ ഐലൻഡിലുള്ള ക്യാമ്പസിൽ രാവിലെയാണ് ചടങ്ങ്. ബംഗളൂരുവിലെ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡുമായി പ്രതിരോധ മന്ത്രാലയം 2385 കോടി രൂപയുടെ കരാർ ഒപ്പിട്ടു. MI-17V5 ഹെലികോപ്റ്ററുകൾക്കുള്ള ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ടുകളും മറ്റും വാങ്ങുന്നതിനാണ് ഇത്. ദുബായ് കിരീടാവകാശിയും UAE ഉപപ്രധാനമന്ത്രിയുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് അൽ മക്തും 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ഇന്ത്യയിലെത്തും. മന്ത്രിമാരും ഉദ്യോഗസ്ഥരും ഉന്നതതല ബിസിനസ് പ്രതിനിധി സംഘവും അദ്ദേഹത്തോടൊപ്പം ഉണ്ടാകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. ചൈനയ്ക്കെതിരെ 50% അധിക തീരുവ കൂടി പ്രഖ്യാപിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്.
2 ദിവസം മുൻപാണ് യുഎസ് ഉൽപ്പന്നങ്ങൾക്ക് ചൈന 34% തീരുവ പ്രഖ്യാപിച്ചത്. ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക 34% തീരുവ പ്രഖ്യാപിച്ചതിന് പകരമായിരുന്നു ഈ നടപടി. സമ്മർദ്ദത്തിലാക്കുകയോ ഭീഷണിപ്പെടുത്തുകയോ ചെയ്യുന്ന അമേരിക്കൻ നടപടിയെ അംഗീകരിക്കില്ലെന്ന് ചൈന അറിയിച്ചു. ആണവ പദ്ധതി സംബന്ധിച്ച് ഇറാനുമായി ചർച്ച നടത്തുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ചർച്ച പരാജയപ്പെട്ടാൽ വലിയ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നും മുന്നറിയിപ്പ് നൽകി. ശനിയാഴ്ച ചർച്ചകൾ ആരംഭിക്കുമെന്നും ഇസ്രയേലി പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹുവുമായി ഓവലിലെ ഓഫീസിൽ നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ ട്രംപ് പറഞ്ഞു. ഇന്ത്യയ്ക്ക് കൈമാറുവാനുള്ള ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതി തഹാവൂർ റാണ സമർപ്പിച്ച ഹർജി യുഎസ് സുപ്രീംകോടതി തള്ളി. 64-കാരനായ റാണ നിലവിൽ ലോസ് ഏഞ്ചൽസിലെ മെട്രോപൊളിറ്റൻ ഡിറ്റൻഷൻ സെന്ററിൽ തടവിലാണ്. ഡിജിറ്റൽ സാങ്കേതിക വിദ്യ രാജ്യത്തിന്റെ എല്ലാ കോണുകളിലും എത്തിയതോടെ ക്രിയാത്മക സാമ്പത്തിക മേഖല ശക്തിപ്പെട്ടതായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. ഡിജിറ്റൽ ഇന്ത്യ പദ്ധതിയിലൂടെ ചെറുഗ്രാമങ്ങളിലെ യുവാക്കൾക്ക് പോലും അവസരം ലഭ്യമാകുന്നതായും അദ്ദേഹം ഡൽഹിയിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. आज छोटे से छोटे गांव में भी जो एक एनर्जेटिक यूथ है उनको अपॉर्चुनिटीज मिलती है. उस अपॉर्चुनिटी को, उस क्रिएटर्स इकोनॉमी को एक बहुत स्ट्रक्चर्ड वे में आगे बढ़ने की अपॉर्चुनिटीज देने के लिए वेव्स वर्ल्ड ऑडियो विजुअल एंड एंटरटेनमेंट समिट मई 1 से मई 4 मुंबई में स्टार्ट हो रहा है. दुनिया भर से बहुत सारे इन्वेस्टर्स वो आ रहे हैं जो भारत की क्रिएटिव इकोनॉमी में इन्वेस्ट करना चाहते हैं. അടുത്ത മാസം 1 മുതൽ 4 വരെ മുംബൈയിൽ വേവ്സ് ഉച്ചകോടി നടക്കും. നീതിയുക്തമായ വ്യാപാരം പിന്തുടരുന്ന രാജ്യങ്ങളുമായി സഹകരിക്കാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നതായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. വ്യാപാരം ചെയ്യുന്നതിന് തുല്യ അവസരങ്ങളാണ് ഇന്ത്യ നൽകുന്നതെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ഇന്ത്യ ഗ്ലോബൽ ഫോറത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു കേന്ദ്രമന്ത്രി. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ 84ാമത് ദേശീയ കൺവെൻഷൻ ഇന്ന് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ ആരംഭിക്കും. കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയുടെ യോഗം ഇന്ന് അഹമ്മദാബാദിലെ സർദാർ വല്ലഭായ് പട്ടേൽ ദേശീയ സ്മാരകത്തിൽ നടക്കും. എഐസിസി സമ്മേളനം നാളെ സബർമതി നദീതീരത്ത് നടക്കും. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിന്റെ ഫൈനലിൽ ബംഗളൂരു മോഹൻ ബഗാനുമായി ഏറ്റുമുട്ടും. ഇന്നലെ നടന്ന 2ാം സെമിഫൈനൽ മത്സരത്തിൽ മോഹൻ ബഗാൻ എതിരില്ലാത്ത 2 ഗോളിന് ജംഷഡ്പൂരിനെ പരാജയപ്പെടുത്തിയാണ് കലാശക്കളിക്ക് യോഗ്യത നേടിയത്. ഈ മാസം 12-നാണ് ഫൈനൽ. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്നലെ നടന്ന കളിയിൽ മുംബൈ ഇന്ത്യൻസിനെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു 12 റൺസിന് പരാജയപ്പെടുത്തി. ഇന്ന് ആദ്യ മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ലക്നൌ സൂപ്പർ ജയന്റ്സുമായും രണ്ടാമത്തെ കളിയിൽ പഞ്ചാബ് കിങ്സ് ചെന്നൈ സൂപ്പർ കിങ്സുമായും ഏറ്റുമുട്ടും. ഈ വർഷം മുതൽ മിനിമം മാർക്ക് സമ്പ്രദായം നടപ്പാക്കുന്ന 8ാം ക്ലാസ്സിൽ ഏതെങ്കിലും വിഷയത്തിൽ എഴുത്തു പരീക്ഷയിൽ 30% മാർക്ക് നേടാത്ത 86,309 കുട്ടികൾ പുനഃപരീക്ഷ എഴുതണം. പുനഃപരീക്ഷ എഴുതേണ്ടവർക്കുള്ള സ്പെഷ്യൽ ക്ലാസ് ഇന്ന് മുതൽ 24 വരെ സ്കൂളുകളിൽ നടക്കും. വൃത്തി 2025 ദേശീയ കോൺക്ലേവ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ തിരുവനന്തപുരം കനകക്കുന്നിൽ ഉദ്ഘാടനം ചെയ്യും. മാലിന്യ സംസ്കരണത്തിൽ സംസ്ഥാനം കൈവരിച്ച മുന്നേറ്റങ്ങളും ഭാവി പദ്ധതികളും 5 ദിവസത്തെ കോൺക്ലേവ് ചർച്ച ചെയ്യും. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ സേവനങ്ങൾ ഓൺലൈനിലൂടെ നൽകുന്ന കെ സ്മാർട്ട് സംവിധാനം മറ്റന്നാൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. 87 മുനിസിപ്പാലിറ്റിയിലും 6 കോർപ്പറേഷനിലും ലഭിച്ചുകൊണ്ടിരിക്കുന്ന കെ സ്മാർട്ട് സേവനങ്ങൾ മറ്റന്നാൾ മുതൽ 941 പഞ്ചായത്തുകളിലും 152 ബ്ലോക്ക് 14 ജില്ലാ പഞ്ചായത്ത് എന്നിവിടങ്ങളിലും ലഭ്യമാകും. തെക്കൻ ബംഗാൾ ഉൾക്കടലിന് മുകളിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി കാലാവസ്ഥാ വകുപ്പ്. ഇതിന്റെ സ്വാധീനത്തിൽ സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ ഇടിമിന്നലോടെ മഴയുണ്ടാകും. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ ശക്തമായ മഴയ്ക്കുള്ള മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി ഞായറാഴ്ച സംസ്ഥാന വ്യാപകമായി നടത്തിയ പ്രത്യേക പരിശോധനയിൽ 181 പേർ അറസ്റ്റിലായി. 169 കേസുകൾ രജിസ്റ്റർ ചെയ്തു. മയക്കുമരുന്ന് സംബന്ധിച്ച വിവരങ്ങൾ സ്വീകരിച്ച് നടപടിയെടുക്കാൻ ആന്റി നർക്കോട്ടിക് കൺട്രോൾ റൂം പ്രവർത്തിക്കുന്നുണ്ട്. 94 97 92 77 97 എന്ന നമ്പരിലേക്ക് 24 മണിക്കൂറും വിവരങ്ങൾ അറിയിക്കാവുന്നതാണ്. കേരള ടൂറിസം വകുപ്പ് മലേഷ്യൻ എയർലൈൻസുമായി ചേർന്ന് നടപ്പാക്കുന്ന ലുക്ക് ഈസ്റ്റ് പ്രചാരണ പദ്ധതിക്ക് തുടക്കമായി. പദ്ധതിയുടെ ഭാഗമായി 90 വിനോദസഞ്ചാരികളുമായി മലേഷ്യയിൽ നിന്ന് പ്രത്യേക വിമാനം നാളെ തിരുവനന്തപുരത്തെത്തും. പ്രധാന വാർത്തകൾ വീണ്ടും. ലിസ്ബൺ നഗരത്തിന്റെ പരമോന്നത ബഹുമതി ഏറ്റുവാങ്ങി രാഷ്ട്രപതി ദ്രൌപദി മുർമു. പോർച്ചുഗീസ് പ്രധാനമന്ത്രിയുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. പ്രധാനമന്ത്രി മുദ്രാ യോജനയ്ക്ക് ഇന്ന് 10 വർഷം. ഇതുവരെ നൽകിയത് 52 കോടി വായ്പകളിലായി 32 ലക്ഷം കോടി രൂപ. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ജമ്മുകശ്മീർ സന്ദർശനം തുടരുന്നു. 2030ഓടെ മാരിടൈം മേഖലയിൽ 1.5 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം ആകർഷിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായി കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ. ഐപിഎൽ ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസിനെ പരാജയപ്പെടുത്തി ബംഗളൂരു റോയൽ ചലഞ്ചേഴ്സ്. ഇന്ന് 2 മത്സരങ്ങൾ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.